എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ അതായത് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാരങ്ങാക്കറി ചെയ്യാം. ഇതിനൊരു പ്രയാസവും ഇല്ല. നമുക്ക് സദ്യക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാരങ്ങാക്കറിയാണ്. നാരങ്ങ നിങ്ങൾക്ക് ചെറുനാരങ്ങയോ അല്ലെങ്കിൽ നമ്മുടെ ഒടിച്ചു കുത്തി നാരങ്ങയോ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞു വെക്കണം. എന്നിട്ടൊരല്പം ഉപ്പ് ചേർത്തിട്ട് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. ഒരു അരമണിക്കൂർ അരിഞ്ഞു വെച്ചാൽ മതി കേട്ടോ, അത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇതിലേക്ക് ചേർക്കാനായിട്ട് ഈ വലുപ്പമുള്ള വാളൻപുളി പിഴിഞ്ഞെടുക്കണം. ഇത് ഇത്രയും ഞാൻ മുറുക്കി ഉരുട്ടി വെച്ചിരിക്കുന്നതാണ്. അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. പിന്നെ വേണ്ടത് ഉലുവ വറുത്ത് പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം. പിന്നെ ഒരു കുഞ്ഞ് കായത്തിൻ്റെ കഷ്ണം ഇതണ്ട വറുത്ത് വെച്ചിരിക്കുന്നതാണ്. വറുത്തെന്ന് പറഞ്ഞാൽ ഞാൻ മൈക്രോവേവിൽ വെച്ചിരിക്കുന്നതാണ്. ഇത്രയും ഉള്ള ഒരു കായം ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റൻറ്റ് നാരങ്ങാക്കറി റെഡിയാകും. നമുക്ക് നേരത്തെ ഉണ്ടാക്കി വയ്ക്കാം. അതുണ്ടാക്കി ഒരു ദിവസം വെളിയിൽ വയ്ക്കുക. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 1 മാസം ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു കേട് സംഭവിക്കുകയില്ല. സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ കേടുകൂടാതിരുന്നോളും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ നമുക്കിനി ചേർക്കാം. കായം വറുത്ത് വെച്ചത് ഇതുപോലെ ഒരു സ്പൂണിലേക്ക് വെച്ചിട്ട് മറ്റൊരു സ്പൂണും കൊണ്ട് നന്നായിട്ട് നമുക്ക് കഴിയുമ്പോൾ കിരികിരുന്നത് പൊടിഞ്ഞു വന്നോളും. ഇതെന്തല്ലോ ഞാൻ മൈക്രോവേവിൽ വെച്ച് വറുത്ത് വെച്ചിരുന്ന ഇതാണ്. നന്നായിട്ട് പതുക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ തെറിച്ച് പോകും. അത് നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ ഞാൻ ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ കിട്ടുന്ന മഞ്ഞ നാരങ്ങ ഒരെണ്ണമാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ടാണ് ഞാൻ വെച്ചിരുന്നത്. ഇത് ഉലുവ വറുത്ത് പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ നിറയെ നമുക്ക് മുളക് പൊടി ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോ കേട്ടോ. 1 2. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇത്രയും നാരങ്ങയ്ക്ക് 2 ടേബിൾ സ്പൂൺ ചേർക്കുമ്പോൾ അത് അധികമല്ലേ എന്നേ. ഇച്ചിരി എരിവ് വേണം, എന്നാലേ നല്ലതാകത്തുള്ളൂ. പിന്നെ നമുക്ക് ഇതിന് ചാറിന് ആവശ്യത്തിനുള്ള പുളിവെള്ളം നിങ്ങൾ ഒഴിച്ചോണം. നമുക്ക് ഇത്രയൊന്ന് ഒഴിച്ചു നോക്കാം. ഇത് നാരങ്ങ കറിയാണ്. ഇതുകൊണ്ട് ഇത്രയും പുളിവെള്ളം ഞാനിതിലേക്ക് ഒഴിക്കുവാണേ. അതിൻ്റെ പിശിടില്ലാണ്ട് വേണം ഒഴിക്കാൻ. പെട്ടെന്ന് 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാരങ്ങാക്കറിയാണ്. ഇത്രയേ ഉള്ളൂ. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. നിങ്ങൾക്ക് താളിക്കേണ്ടവർക്ക് താളിക്കാം, പക്ഷെ ഞാൻ താളിക്കാറില്ല. ഇങ്ങനെ പച്ചയ്ക്ക് തന്നെ വയ്ക്കുകയാണ് പതിവ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു കേടുമില്ലാണ്ട് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. പുളി ഉണ്ടാവും, കാരണം നാരങ്ങയുടെ പുളിയുണ്ട്, പ്ലസ് നമ്മുടെ പുളി പിഴിഞ്ഞൊഴിച്ചതിൻ്റെ പുളിയുണ്ട്. ഇതിങ്ങനെ ഒരു ദിവസം വെളിയിൽ വയ്ക്കുക, എന്നിട്ട് പിറ്റേ ദിവസം അത് ഫ്രിഡ്ജിൽ വെച്ച് വയ്ക്കുക. ടേസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റിയാണ് ഇത് കേട്ടോ. ഓണത്തിനൊക്കെ നമുക്ക് ഒരാഴ്ച മുന്നേ തന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നൊരു നാരങ്ങാക്കറി. പകുതി പണി നമുക്ക് എളുപ്പമാണ് സദ്യയ്ക്ക് വേണ്ടിയിട്ട്. അതിന് ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പിട്ടായിരുന്നു ഞാൻ ഇത്രയും നാരങ്ങ വെച്ചിരുന്നത്. അതിലേക്ക് 1 ടീസ്പൂണും കൂടി ചേർത്തു. കാരണം ഉപ്പ് പാകത്തിനല്ല. മുളകിന് എരിവ് കൂടുതലൊന്നുമില്ല കേട്ടോ. പുളിയും ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇത് പാകത്തിനായിട്ട് വരും. സൂപ്പർ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, കണ്ടല്ലോ ഒരു കുഞ്ഞു നെല്ലിക്കയുടെ വലുപ്പത്തിനുള്ള പുളി പിഴിഞ്ഞത്, 50 മില്ലിയോളം വെള്ളമുണ്ട് കേട്ടോ. ചെറു ചൂടുവെള്ളത്തിലാണ് ഞാനത് പിഴിഞ്ഞെടുത്തത്. കായം കുറച്ച് മതി, ഒത്തിരി കായത്തിന് ടേസ്റ്റ് ഒന്നും വേണ്ട. ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ ഒരുപാട് വേണ്ട, കഴിക്കുന്ന പോലെ വേണ്ട. ഇതിപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയ നാരങ്ങാക്കറിയാണ്. സൂപ്പർ ടേസ്റ്റിയാണ്, ഞാൻ ഗ്യാരണ്ടി ചെയ്ത്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയും ചെയ്യും. ഇതിപ്പോൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് കൂട്ടി തുടങ്ങാം. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, മുളകൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പോൾ കൂട്ടിയാലും ഉണ്ടാവും. എന്നാൽ ഒരു ദിവസം കഴിയുമ്പോഴും, അതായത് ദിവസങ്ങൾ കഴിയുന്തോറും ഇതിരിക്കുമ്പം നല്ല ടേസ്റ്റി ആയിട്ട് വരും. നിങ്ങൾക്കത് 1 മാസം എങ്ങനെ പോയാലും വെച്ച് കൂട്ടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഓണത്തിന് നിങ്ങളിത് ഉണ്ടാക്കാൻ മറക്കരുത്. യാതൊരു ചിലവുമില്ല. ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 15 പേർക്ക് സുഭിക്ഷമായിട്ട് കൂട്ടാനുമുണ്ട്. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് പ്രീതിസ് മന്ന കിച്ചൻ.